ഓർമ്മയുണ്ടാവും. ആ എങ്ങനെയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുടുംബചിത്രമാണ്. എല്ലാവർക്കും കാണാൻ പറ്റിയ മീൻസ് കുടുംബചിത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കുറേ നാളുകൾക്ക് കൂടിയാണ് നമുക്കിങ്ങനെ നല്ലൊരു ചിത്രം കിട്ടുന്നത്. തോമസ് സെബാസ്റ്റ്യൻ സാറിൻ്റെ ഡയറക്ഷനിൽ, കവിപ്രസാദിൻ്റെ സ്ക്രിപ്റ്റ്, നല്ല ക്യാമറ, ഗോപിസുന്ദറിൻ്റെ മ്യൂസിക്, അങ്ങനെ പറയുമ്പോൾ തന്നെ ആ ഒരു ഇത് മനസ്സിലാവില്ല. അതുപോലെ ജാഫർ ഇടുക്കിൻ്റെയും ദിലീഷ് പോത്തൻ്റെയും ആ കോംബോ അത് ഒരു ഭയങ്കര ഇമോഷണൽ എന്ന് പറഞ്ഞാൽ കുറേ സമയത്ത് നമ്മളെ കണ്ണ് നിറയിപ്പിക്കും. പക്ഷെ നല്ല ക്ലൈമാക്സിലെത്തി നിന്നു. സന്തോഷമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും. എല്ലാവരും പടം കാണണേന്ന് പറഞ്ഞു. എല്ലാവരും പടം കാണണേ. എല്ലാവരും പടം കാണണേ. എന്താണ് മോളുടെ അഭിനയത്തെ പറ്റി പറയാനുള്ളത്? മോള് 3.5 വയസ്സുള്ളപ്പോൾ ചെയ്തൊരു പടമാണിത്. അപ്പോൾ അന്ന് ഒരുപാട് എഫേർട്ട് എല്ലാവരും ഇട്ടതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ പടത്തിൽ ഇപ്പോൾ കാണുന്നത്. നല്ല ഒരു രീതിയിൽ അത് വന്നിട്ടുണ്ട്. അവൾക്കൊരു ത്രൂ ഔട്ടുള്ള ഒരു ചൈൽഡ് ക്യാരക്ടറാണ് കിട്ടിയത്. ഒരു തുടക്കം തന്നെ നല്ലൊരു മൂവിയിലായതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഒരു ഫാമിലി സബ്ജക്റ്റാണ്. എല്ലാവർക്കും ധൈര്യമായി കാണാവുന്നൊരു പടമാണ്. നല്ല പാട്ടുകളുണ്ട്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. ഞാനേ ഇന്നിപ്പോൾ വന്നത് അമ്മ കാണാനല്ല, നിരജ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കണ്ടതാണ് സിനിമ. ഒരുപാട് നന്മയുള്ള ചിത്രമാണ്. ഒരുപാട് എല്ലാവരും കാണേണ്ടത്, എങ്ങനെയെങ്കിലും ആൾക്കാർ അതിലേക്ക് തിയേറ്ററിലേക്ക് എത്തിപ്പെടണം, കാണണം എന്നുള്ളത്. നിരജയ്ക്ക് ഇന്ന് വരാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് അതിന് പോയിരിക്കുകയാണ്. അത് 2 നിരജ അഭിനയിച്ചിട്ടുള്ള 2 ഷോർട്ട് ഫിലിംസ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് പോയിരിക്കുകയാണ്. ഇവിടേക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും സന്തോഷം. ആൾക്കാർ നിറയെ വരട്ടെ. ഒരുപാട് മനസ്സിൽ ഒരുപാട് തങ്ങി നിൽക്കും, ഒരുപാട് വിങ്ങലുണ്ടാക്കും. അപ്പോൾ ഇന്നലെയായിട്ട് നിരജ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. അതായത് ഇറങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലൊരുപാട് ഓർമ്മിക്കാനും ഒരുപാട് മനസ്സിലൊരു വിങ്ങലോട് കൂടി ഇറങ്ങി വരേണ്ടി വരും. എല്ലാവരും കാണട്ടെ. സന്തോഷം. ഓക്കെ, തീർച്ചയായിട്ടും സംസാരിക്കാം. നല്ല മനുഷ്യത്വമുള്ളൊരു സിനിമയാണ് ഫസ്റ്റ് തിങ്. പിന്നെ ജീവിതമുണ്ട്. തുടക്കത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രില്ലർ മൂവിയാണ് കാണുന്നത് എന്നുള്ളൊരു ഫീലാണ് തോന്നിയിരുന്നത്. കുറച്ച് എന്തൊക്കെയോ പേടിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ അത് എന്തിലേക്കാണ് ലീഡ് ചെയ്യണമെന്നായപ്പം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാരണം അങ്ങനെ ഒരു കോമ്പിനേഷൻ അത് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാലും അത്ര ഈസി അല്ല. ആൻഡ് മൂവി കണ്ടിറങ്ങുമ്പോൾ വളരെ നല്ലൊരു അമ്മയുണ്ട്, അത്രേ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറയില്ല. ബാക്കി ഓഡിയൻസ് കാണട്ടെ. കാരണം എല്ലാവരും പ്രകടനങ്ങളെക്കുറിച്ചും പറയണം. നമ്മുടെ ജയരാജേട്ടനൊക്കെ അതിഗംഭീരമായിട്ട് എല്ലാ ആർട്ടിസ്റ്റ്, ദിവ്യദർശിനി എല്ലാവരും ഗംഭീരമായി തന്നെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടാലിറ്റി നന്നായാലാണല്ലോ ഒരു സിനിമ നന്നാവുക. വളരെ ഹാപ്പി ഇൻ ദ സെൻസ് സിനിമയെ വെച്ച് ഹാപ്പിയാണ്. അതിൽ ഇമോഷൻസ് വെച്ച് കുറച്ച് വിങ്ങലും എന്നാൽ കുറച്ച് സന്തോഷവും, ഇങ്ങനെ ഒരു മിക്സഡ് ഇമോഷനിലാണ് നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ. ഞാൻ എന്താ പറയുക, കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാൻ വരുന്നവർക്ക് അവരിങ്ങനെ ആൻസിപ്പേറ്റ് ചെയ്യും, ഓ ഇനിയിപ്പോൾ ഇത് വരുമായിരിക്കും. അത് വേണ്ട, തിയേറ്ററിൽ തന്നെ വന്ന് അറിഞ്ഞോട്ടെ. തീർച്ചയായിട്ടും നല്ല സിനിമയാണ്. ഇങ്ങനത്തെ സിനിമകളെയൊക്കെ ഓഡിയൻസിന് തന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. വെറുതെ ഇങ്ങനെ ഫസ്റ്റ് ഡേ വന്ന് കണ്ട് പറയാമെന്ന് വിചാരിക്കരുത്. ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. നിങ്ങൾക്കും വന്ന ഇതേ അഭിപ്രായമായിരിക്കും. ഒന്നും നല്ലായിരുന്നു. ആ കൊച്ചിൻ്റെ നല്ലായിരുന്നു. എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റും. ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങളാണ്. അത് ബേസായിട്ടാണ്. സൂപ്പറായിട്ടുണ്ട് മൂവി. അർജുൻ അശോകനായാലും അതിൻ്റെ നായികയായാലും ലിജു എന്ന ഡയറക്ടറായാലും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രെയിംസൊക്കെ അടിപൊളി ഫ്രെയിംസാണ്. നല്ല നാച്ചുറലി മൂവിയാണ്. കണ്ണ് നിറഞ്ഞു പോകും. കാര്യം സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രതീക്ഷയില്ലാതെ വന്ന മൂവിയാണ്. ബട്ട് എല്ലാവരും ആരും കുറ്റം പറയാൻ സാധ്യതയില്ല. ഇതൊക്കെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ട മൂവീസാണ്. ഓക്കെ, താങ്ക് യു. സിനിമ നിങ്ങളാരും കണ്ടില്ല? കണ്ടാ? കാണാൻ പോകണമല്ലേ? പടം കാണേണ്ട ഒരു പടമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കാണേണ്ട ഒരു പടമാണ്. നമ്മളെങ്ങനെയാണ് ഒരു സിനിമ പിന്നെ എത്രത്തോളം ഫീൽ ചെയ്യിക്കാൻ പറ്റും, അത്രത്തോളം മാക്സിമം ഫീൽ ചെയ്യിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. ബാക്കി നിങ്ങളെല്ലാവരും കയ്യിലാണ്. നിങ്ങൾ എങ്ങനെയാണ് ഒരു പബ്ലിസിറ്റി കൊടുക്കുന്നത് അതേമാതിരി ഇരിക്കും ബാക്കി പടത്തിൻ്റെ വിജയം. ഇത്തരം പടങ്ങളെ എന്തായാലും നിങ്ങൾ വിജയിപ്പിക്കണം. ജനങ്ങളെ അടുത്തേക്ക് എത്തിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇത്രയും നല്ലൊരു
ഈ സ്നേഹബന്ധത്തിൻ്റെ കഥ പറയാൻ വേറൊരു സിനിമ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടില്ല. അത് തിയേറ്ററിൽ എത്തിക്കേണ്ട ആളുകളെ എത്തിക്കേണ്ട കടമ നിങ്ങളതാണ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. മാക്സിമം എല്ലാവരും പടം കാണുന്നത് വിചാരിക്കും. താങ്ക് യു. സൂപ്പറായിരുന്നു ഫിലിം. അമ്മ എന്ന് പറയുന്ന ആ ഒരു വേർഡ് തന്നെയാണ് ഫിലിമും. അമ്മ എന്ന പദത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് ഫിലിം. സൂപ്പറായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഇമോഷണലാണ്. നമുക്ക് ഓരോ മൊമെൻറ്റും എക്സൈറ്റഡ് ആണ്. എന്താ സംഭവിക്കുന്നത് നെക്സ്റ്റ് നമ്മളിങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നല്ല സൂപ്പർ ഫിലിമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല സിനിമയാണ്. എല്ലാവർക്കും റിലേറ്റ് ചെയ്ത് ഒരു ഫാമിലിക്ക് പറ്റിയ സിനിമയാണ്. ഫാമിലി ഓഡിയൻസിനുള്ളത്. ഇറ്റ് വാസ് വെരി ഗുഡ്. ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല മേക്കിംഗ് ആണ്. നല്ല മൂവിയാണ്. എല്ലാവരും ആർട്ടിസ്റ്റുകളെല്ലാം വളരെ നന്നായിട്ട് പെർഫോം